പട്ടിക്കുഞ്ഞ് ചത്താൽ പോലും എല്ലാ മീഡിയയിലും വലിയ വാർത്തയാണ്. ആർക്ക് പോയി? ഞങ്ങൾക്ക് മാത്രമല്ലേ പോയത്. കൊലപാതകമാണെന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പേടിയുണ്ടോ? ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? എന്റെ മകളുടെ മരണ കാരണം എൻസെഫലൈറ്റിസ് ആണ്. അത് കണ്ടുപിടിക്കപ്പെടാവുന്ന ഒരു രോഗമായിരുന്നു. അത് കണ്ടുപിടിച്ചില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ഇവരെ വിശ്വസിച്ചു. അതാണ് നമുക്ക് പറ്റിയ ഒരു പാളിച്ച എന്ന് പറയുന്നത്. അത് ചോദ്യം ചെയ്യണമായിരുന്നു എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. എൻ്റെ മകൾ വയ്യാതെ കിടന്ന ഒരു മാനസികാവസ്ഥയിൽ എനിക്കൊന്നും പ്രതികരിക്കാൻ ഒത്തില്ല ആ സമയത്ത്. എന്നിട്ട് റൂമിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് ICUയിലേക്കാണ്. പിന്നെ ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല. ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതമായി ഞങ്ങളുടേത്. ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ട് തന്നെ ഇല്ലാതെ പോയി. മറ്റെവിടെ ആയിരുന്നെങ്കിലും ഞങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെട്ടേന്. ഒരു ലോക്കൽ ആശുപത്രി കൊണ്ടുപോയിരുന്നെങ്കിൽ പോലും രക്ഷപ്പെട്ടു. വെറും MBBS ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ പോലും ആദ്യം പറഞ്ഞതിന് MRI എടുക്കണം. എൻ്റെ മോക്കുണ്ടായ ചിന്ത പോലും അവിടെ ഒരു ഡോക്ടർക്ക് ഉണ്ടായില്ലല്ലോ എന്നാലോചിക്കും എനിക്ക് വളരെ വിഷമം തോന്നുന്നു. മകളുടെ മരണത്തിൽ പൊരുതാനുറച്ച ഒരു അച്ഛനും അമ്മയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. സുനുകുമാർ കല. മകളുടെ മരണം മതിയായ ചികിത്സ കിട്ടാത്ത, അതായത് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടാത്തതുകൊണ്ടാണെന്നുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ പോസ്റ്റിനെ കുറിച്ചും പിന്നീട് ഇങ്ങോട്ടൊരു ഇന്ന് ഇവിടെ എറണാകുളത്ത് എത്തിയിരിക്കുന്ന വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മകള് ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിരുന്നു പോണ്ടിച്ചേരി മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുണ്ടായിരുന്നു. മെയ് 2-ാം തീയതി വൈകിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പത്തനംതിട്ടയ്ക്ക് പോരാനായിട്ട് ബസ്സിൽ കൊണ്ട് ഞങ്ങളെ കയറ്റി വിട്ടു. വിട്ട ശേഷം അവൾ തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്കാണ് ഒരു തലവേദനയും ലോസ് ഓഫ് വിഷൻ, ദെൻ ലോസ് ഓഫ് കോൺഷ്യസ്നസ്, ദെൻ കൈ കോച്ചി വലിക്കുക, പിന്നെ ഫേഷ്യൽ ഡ്രോപ്പ്, ഇങ്ങനെ ചെറിയൊരു സൈഡിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസുമായിട്ട് പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് വന്നു. ഉടൻ തന്നെ നമ്മളെ അറിയിച്ചു. വണ്ടി ഇപ്പോൾ റോഡിൽ തന്നെ സ്റ്റോപ്പായി. പിന്നെ അവിടെ ഫ്രണ്ട്സ് വന്ന് അവളെ അവിടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഞങ്ങളിപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. അന്നേ ദിവസം കുറച്ച് പെയിൻ കില്ലറൊക്കെ കൊടുത്ത് വിട്ടു. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അവർ പറഞ്ഞത് മൈഗ്രെയിൻ ആയിരിക്കാം എന്നൊരു ഇത് പറഞ്ഞു, പോണ്ടിച്ചേരി വെച്ചിട്ട്. അങ്ങനെയാണ് ഒരു ഫൈൻഡിങ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പറഞ്ഞു സൈക്കാട്രിയെയും ന്യൂറോയും കാണാൻ പറഞ്ഞു. കാരണം ടെൻഷൻ കൊണ്ട് ഹെഡേക്ക് ഉണ്ടാകുന്നതാണോ നോക്കണം. ഫൈനൽ ഇയർ MBBS ആയിരുന്നു. ഫൈനൽ ഇയർ. അപ്പം ടെൻഷൻ കൊണ്ടുള്ള ഹെഡേക്ക് ആണോ എന്ന് നോക്കണം, പിന്നെ ന്യൂറോയെ കാണണം എന്ന് പറഞ്ഞു. ഇത് 2 കാര്യങ്ങൾ അവരവിടെ നിന്ന് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം സൈക്കാട്രി ഡോക്ടറെ കണ്ടു. അവിടെ പഠിപ്പിക്കുന്ന ഡോക്ടർ തന്നെയാണ്. പുള്ളി കുറച്ച് നേരം സംസാരിച്ചു, കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയും സൈക്കാട്രി ഇഷ്യൂസ് അല്ല, ഇത് ന്യൂറോ ആയിരിക്കാം, അല്ലെ സീഷർ ആയിരിക്കാം. അങ്ങനെ ഒരു കൺക്ലൂഷൻ പറഞ്ഞ ശേഷം നമ്മൾ ന്യൂറോയുടെ അടുത്തേക്ക് വിട്ടു. ന്യൂറോ അടുത്ത് റെഫർ ചെയ്തു. അപ്പോൾ ന്യൂറോയെ കണ്ടപ്പോൾ ന്യൂറോ പറഞ്ഞു MRIയും EEGയും രണ്ടും നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടും നോക്കിയിട്ട് ഒരു ഫൈൻഡിങ്ങും ഇല്ലായിരുന്നു അതിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കിട്ടിയില്ല. മൈഗ്രെയിൻ ആയിരിക്കാം എന്നൊരു സംശയത്തിലാണ് പിന്നെ അവർ എത്തി നിന്നത് ആ സമയത്ത്. ബിക്കോസ് ആ സമയത്തൊന്നും ഇതിൽ ടെസ്റ്റുകളിലൊന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു 3 ദിവസം പോയി. ഡെയിലി ഒരു പ്രാവശ്യം ഇങ്ങനെ സെയിം സിംറ്റംസ്, ലോസ് ഓഫ് വിഷൻ, ദെൻ ലോസ് ഓഫ് കോൺഷ്യസ്നസ്, ഹെഡേക്ക്, വൊമിറ്റിംഗ് ടെൻഡൻസി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായി. അപ്പം നമ്മൾ 5-ാം തീയതി ഡിസൈഡ് ചെയ്തു മോളെയും കൊണ്ട് നമുക്ക് കേരളത്തിലേക്ക് പോരാം. അപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കേരളത്തിലെ ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. അപ്പം ഇപ്പോൾ എനിക്കത് തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായി. അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നു. സന്ദീപ് പത്മനാഭൻ എന്ന ഡോക്ടർക്കാണ് നമ്മൾ അതിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നത്. 6-ാം തീയതി ന്യൂറോ 6-ാം തീയതി ഉച്ച കഴിഞ്ഞായിരുന്നു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ രാവിലെ എത്തിയപ്പോൾ തന്നെ തീരെ വയ്യ കുഞ്ഞിന്. ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ടുകളും ആയതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ രാവിലെ തന്നെ OPയിലേക്ക് പോയി. രാവിലെ OPയിൽ പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, ഇങ്ങനെയാണ് കുഞ്ഞിന് തീരെ വയ്യ, അപ്പോൾ നമുക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അവരത് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തീരെ ഇരിക്കാൻ വയ്യ, ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ അവരവിടെ കിടക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു ഒരു റൂമിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്ത ശേഷം ഡോക്ടറെ കണ്ട് ഡോക്ടർ ഈ പഴയ MRIയും പഴയ റെക്കോർഡ്സും എല്ലാം നോക്കിയിട്ട് പുള്ളി പറഞ്ഞു ഇത് ന്യൂറോ പ്രശ്നമല്ല. അപ്പം നമ്മളവിടെ ചോദിച്ചു നമുക്ക് MRI എടുക്കണ്ടേ, രണ്ടാമത് 3 ദിവസത്തിന് മുമ്പ് എടുത്ത MRI ആണ്. അപ്പം നമുക്ക് ഒരു തോന്നലുണ്ടായി പെയിൻ കൂടി വരുന്നു. അപ്പോൾ ഒരു MRI എടുത്ത് നോക്കും. നമ്മൾ അങ്ങനെയാണ് കരുതിയത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടിരുന്ന ടെസ്റ്റ് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഇമേജിങ്ങോ ഒന്നും മറ്റൊരു ഹോസ്പിറ്റലിൽ പൂർണ്ണമായിട്ടും റിലേ ചെയ്തില്ല. അവർ രണ്ടാമത് എടുക്കുകയാണ് ഒരു പതിവുള്ളത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ പെയിൻ കൂടിയ ഒരു സാഹചര്യത്തിൽ രണ്ടാമത് MRI എടുക്കേണ്ടതായിരുന്നു അവർ. എനിക്ക് തോന്നുന്നു സാറിന്റെ പോസ്റ്റിനകത്ത് പറയുന്നുണ്ടായിരുന്നു, മോള് പറഞ്ഞു ഇത് തലവേദന അല്ല അച്ഛാ, എനിക്ക് ടെൻഷൻ കൊണ്ടുള്ള തലവേദനയല്ല എന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞ മെലിഞ്ചൈറ്റിസ് ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. മോള് ഡോക്ടർ MBBS ഫൈനൽ ഇയർ ആയിരുന്നു.
അപ്പൊ ഈ ലക്ഷണം വെച്ചിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അല്ല, ഇത് മെലിഞ്ചൈറ്റിസിന്റെ ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് അവൾ തന്നെ പറഞ്ഞു എനിക്ക് ബാക്കി എല്ലാ സിംറ്റംസും ഉണ്ട്, പനിയില്ല. അപ്പൊ മെലിഞ്ചൈറ്റിസിന് പനി വരും. എന്നിട്ട് ഇത് പറഞ്ഞ വളരെ ഇതായിട്ട് അവൾ പറഞ്ഞു എനിക്ക് തലയ്ക്കകത്ത് എന്തോ പ്രശ്നമുണ്ട്, ഇവർ പറയുന്നതല്ല, എനിക്ക് ടെൻഷൻ ഹെഡേക്ക് അല്ല. അവര് ന്യൂറോ ഉടൻ തന്നെ ടെൻഷൻ ഹെഡേക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് പറയും സൈക്കാട്രി ഡോക്ടറെ കാണണം. വീണ്ടും അവിടെ സൈക്കാട്രി ഡോക്ടറെ കാണണം. അപ്പൊ ഇവിടെ ഞാൻ എല്ലാ ഫയലുകളും ഒരേ കാണിച്ചാണ്. അവിടെ നോക്കിയിട്ട് അവര് സൈക്കാട്രി എഴുതി തന്നിട്ടുണ്ട്, സൈക്കാട്രി അല്ല എന്നുള്ളത് ആ ഫയലിൽ എഴുതിയിട്ടുണ്ട്. ന്യൂറോയെ കാണണം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇവിടെ പിന്നെ വീണ്ടും സൈക്കാട്രി ഐശ്വര്യ എസ് മോഹൻ എന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ട് സ്ട്രേറ്റ് അവേ അവര് സൈക്കാട്രി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. രാവിലെയും വൈകിട്ടും കൊടുക്കാനുള്ള മരുന്ന് തന്നു. അത് വാങ്ങിച്ചു. നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ വന്നൊരു 3 മണിയോളം 2:30-3 മണിയോളമായി. പെട്ടെന്ന് ലോബിയിൽ വെച്ച് തന്നെ ആൾ ഒമിറ്റ് ചെയ്യുകയും അവിടെ തന്നെ കുഴഞ്ഞു വീഴുകയും തീരെ വയ്യാത്ത ഒരു അവസ്ഥ വന്നു. അപ്പോഴത്തേക്കും പിന്നെ ഈ സെയിം സിംറ്റംസ് എല്ലാം, സംസാരിക്കാനൊക്കത്തില്ല, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും വന്നു. അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ വണ്ടിയിൽ എത്തിച്ചു, എമർജൻസിയിൽ എത്തിച്ചു. അവിടെയും ഞാൻ ചോദിച്ചു MRI എടുക്കണോ, രണ്ടാമത് MRI എടുക്കണോ, അവിടെ ഇത്രയും ദിവസമായില്ല MRI എടുക്കണോ എന്ന് ചോദിച്ചു. ഇല്ല ഡോക്ടർ, ആ ഡോക്ടറും പറഞ്ഞു വേണ്ട, MRIയുടെ ആവശ്യമില്ല, ഇത് ടെൻഷനാണ്. പഴയ റെക്കോർഡ്സൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ പറയുന്നത്. അത് കഴിഞ്ഞ് ആ ഈവനിങ് ആയപ്പോഴത്തേക്ക് പെയിനൊക്കെ ഒന്ന് കുറഞ്ഞു, ആള് കുറച്ച് ഇത് നോർമൽ ആയപ്പോഴത്തേക്ക് ഇവർ ഡിസ്ചാർജ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു വേണ്ട, ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്ന് മൊത്തം പ്രശ്നങ്ങൾ മാറി എന്ന് തോന്നിയ ശേഷമേ പോകുന്നുള്ളൂ. കാരണം എനിക്ക് എപ്പോഴും പത്തനംതിട്ടയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവരാനൊക്കത്തില്ല ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് എല്ലാം പൂർണ്ണമായിട്ട് പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നൊരു സ്ഥിതി വന്ന ശേഷം പോകാമെന്ന് വെച്ചു. ആ നൈറ്റ് ആൾ ഉറങ്ങി. അവളെ അഡ്മിറ്റ് ചെയ്തത് മേരി ഫിലിപ്പ് എന്ന് പറഞ്ഞ ഡോക്ടർ അണ്ടറിലായിരുന്നു. ജനറൽ മെഡിസിൻ ഫിസിഷ്യനാണ്. അവർ വന്നു നോക്കി. അപ്പം എന്നിട്ട് അന്നേരവും ചോദിക്കുന്നു ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തേക്കട്ടെ, രാവിലെ വന്നപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, അപ്പോൾ ഡിസ്ചാർജ് ചെയ്തേക്കട്ടെ. ഞങ്ങൾ പറഞ്ഞില്ല, ഒരു ഡേ ഞങ്ങൾ നിന്നിട്ടേ പോകുന്നുള്ളൂ, നമുക്ക് പൂർണ്ണമായിട്ടും കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആളിന് ഭയങ്കര പെയിൻ സ്റ്റാർട്ടായി. പിന്നെ ഒട്ടും വയ്യാത്തൊരു സ്ഥിതിയായി. നല്ല പെയിന്, പിന്നെ ഇടയ്ക്ക് വൊമിറ്റ് ചെയ്തു. പിന്നെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. നമ്മൾ ഈ ഓരോ സമയത്തും പോയി ഡോക്ടേഴ്സിനോട് പറയുമ്പോൾ അവിടെ നേഴ്സുമാരോട് പറയും, അവർ ആരെങ്കിലും ഡോക്ടർമാരെ വിളിക്കും. ചിലപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ വരും, വന്ന ഉടനെ പെയിൻ കില്ലർ കൊടുക്കും, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കും. പക്ഷേ ആ 7-ാം തീയതി മുതൽ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. പിന്നെ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ട്രിപ്പ് കൊടുക്കുന്നുണ്ട്, ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്, പെയിൻ കില്ലേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ട്രീറ്റ്മെന്റ് ചെയ്തത് അവിടെ. ന്യൂറോ ഡോക്ടർ പിന്നെ കണ്ടിട്ടില്ല, ന്യൂറോ ഡോക്ടർ വന്നിട്ടേ ഇല്ല. അങ്ങനെ 7-ാം തീയതി ഒട്ടും ഉറങ്ങിയിട്ടില്ല. 8-ാം തീയതിയായി. 8-ാം തീയതി വൊമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു, നല്ലപോലെ പലവട്ടം വൊമിറ്റ് ചെയ്തു. വൊമിറ്റ് ചെയ്തൊന്നും പോകാനില്ല എങ്കിൽ തന്നെയും വൊമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആള്. വൊമിറ്റിംഗ് ടെൻഡൻസിയും വൊമിറ്റിങ്ങും നമ്മൾ ഓരോ സമയത്തും പോയി അവരോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് 8-ാം തീയതി നൈറ്റ് വരെ ഉറങ്ങിയിട്ടില്ല, ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്ക് സൈക്കാട്രി ഡോക്ടർ വന്ന് നോക്കി. ഈ മെഡിസിൻ അവരിപ്പോൾ പറഞ്ഞ് നാക്കിനടിയിൽ വെക്കാൻ ഒരു മരുന്ന് തരാം, കൂടുതൽ വേദന വരുമ്പോൾ അത് കഴിച്ചാൽ മതി. അപ്പം അതും സൈക്കാട്രി മെഡിസിനാണ്, അല്ല വേറെ ഒന്നുമില്ല. അപ്പം സൈക്കാട്രി ട്രീറ്റ്മെന്റ് ആണ് അവർ നടത്തിയതല്ല അവിടെ. ഈ സൈക്കാട്രി ട്രീറ്റ്മെന്റ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? സൈക്കാട്രി ഡോക്ടറെയാണ് കണ്ടത്. ഞാൻ ആ മെഡിസിൻസ് എല്ലാം നോക്കിയപ്പോഴും അത് സൈക്കാട്രി നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം കുറയ്ക്കാനുള്ള മെഡിസിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, റിയാക്ഷൻസ് കുറയ്ക്കാനുള്ള. പിന്നെ ഉറങ്ങാനുള്ള മരുന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലായിട്ട് അല്ലാതെ ട്രിപ്പ് കൊടുക്കും. ഇങ്ങനെ വേറെ ഒരു ട്രീറ്റ്മെന്റും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് 9-ാം തീയതി രാവിലെ ആയപ്പോഴത്തേക്ക് മേരി ഫിലിപ്പ് വന്നപ്പോഴും ഞങ്ങൾ ചോദിച്ചു നമുക്ക് MRI ഇനി ഒന്നുകൂടെ നോക്കണ്ടേ MRI? ഇല്ല, ഒന്നും വേണ്ട. അപ്പം എല്ലാവരും പറഞ്ഞത് വേണ്ട. അപ്പോൾ ഒരു സന്ദീപ് ടി എന്ന് പറഞ്ഞൊരു ഡോക്ടർ വന്നു. അയാളോട് ഞാൻ ചോദിച്ചു. പുള്ളിയുടെ പേര് മനസ്സിലാക്കിയത് ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കി, പിന്നെ ആരൊക്കെയാണെന്നുള്ളത് നോക്കി, ഫോട്ടോ നോക്കി. അന്നേരമാണ് സന്ദീപ് ടി, അതും ജനറൽ മെഡിസിനുള്ള ഡോക്ടറാണ്. പുള്ളിയോടും ഞാൻ ചോദിച്ചു MRI എടുക്കണം. ഇല്ല, ഞാൻ മേരി ഫിലിപ്പിനോട് ചോദിക്കാം എന്നാണ് അന്നേരം പുള്ളി പറഞ്ഞത്. വേണ്ട, പക്ഷെ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞ് പുള്ളി പോയി. ആരും ഒരു കെയറും എൻ്റെ കുഞ്ഞിന് കിട്ടിയിട്ടില്ല. ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. ഒരു ടെസ്റ്റുകളും നടത്തിയിട്ടില്ല. 9-ാം തീയതി രാവിലെ ആയപ്പോഴത്തേക്ക് ആളിന് തീരെ വയ്യ. പിന്നെ റെസ്റ്റ്ലെസ് ആയിരുന്നു, കിടക്കാനും ഇരിക്കാനും ഒന്നും വയ്യ. അതുപോലെ ഞാൻ പോസ്റ്റിൽ വായിച്ചിരുന്നു മോള് വല്ലാണ്ട് അസ്വസ്ഥതയായിട്ട്. പിന്നെ നിങ്ങളോട് പറഞ്ഞു ഒന്ന് റെസ്റ്റ് എടുത്തോ. ഞങ്ങളോട് മോള് പറഞ്ഞു ഇത് ഇവർ പറയുന്നത് ശരിയല്ല, ഇവർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ശരിയല്ല, ഇവർ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല. എനിക്ക് തലയ്ക്കകത്ത് എന്തോ പ്രശ്നമുണ്ട്, മെലിഞ്ചൈറ്റിസ് ആകാനുള്ള സാധ്യതയുണ്ട്, അതിന്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ പനിയില്ല. വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നോ?
ഇടയ്ക്ക് പറഞ്ഞൊന്ന് എന്നെ ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പക്ഷേ പത്തനംതിട്ട മുത്തൂറ്റ് കൊണ്ടുപോകണമെന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ ഇടയ്ക്ക് ഇവർ ചെയ്യുന്നത് ശരിയല്ല, they are not doing what they are supposed to do. This is no, they are not treating properly, and this is not the way they should treat a patient with pain. അങ്ങനെയും പറഞ്ഞു. ഇങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ പൂർണ്ണമായിട്ടും ഇവരെ വിശ്വസിച്ചു. അതാണ് നമുക്ക് പറ്റിയ ഒരു പാളിച്ച എന്ന് പറയുന്നത്. അത് ചോദ്യം ചെയ്യണമായിരുന്നു എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. നമ്മൾ ആശുപത്രിയിൽ പോയാൽ നമ്മൾ പഠിക്കണം രോഗം എന്താണെന്ന്. അല്ലാതെ നമ്മൾ ഇവരെ വിശ്വസിച്ച് പോയാൽ ഇത് തന്നെ സ്ഥിതി എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും നമ്മളിപ്പം നമുക്ക് എല്ലാ ഡേറ്റയും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ നോക്കണം. എനിക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ, എൻ്റെ മകൾ വയ്യാതെ കിടന്ന ഒരു മാനസികാവസ്ഥയിൽ എനിക്കൊന്നും പ്രതികരിക്കാൻ ഒത്തില്ല ആ സമയത്ത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു നിലയിലേക്ക് പോകാൻ ഒത്തില്ല. അവരെ ചോദ്യം ചെയ്യാനും കാര്യങ്ങൾ ഈവൻ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം നമ്മൾ ടോട്ടൽ എവിടെ കൂടായിരുന്നു, അവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് വേറൊന്നും ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. അങ്ങനെ 9-ാം തീയതി രാവിലെ ആയപ്പോഴേ ഗീത മേരി ഫിലിപ്പ് വന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ ഐശ്വര്യ സൈക്കാട്രി വന്നു. പിന്നെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ തീരെ വയ്യ. പിന്നെ കുഞ്ഞ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്ത ഒരു സ്ഥിതി വന്നു 9-ാം തീയതി രാവിലെ ആയപ്പോൾ. അപ്പോൾ ഇവരെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അവർ തീരുമാനിച്ചു, എന്നോട് പറഞ്ഞു നമുക്ക് റൂമിലേക്ക് മാറ്റി സഡേഷൻ കൊടുത്തൊന്ന് ഉറക്കാം. ഒരു 8 to 12 hours ഉറങ്ങിയ ശേഷം നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ. എന്നിട്ട് റൂമിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് ICUയിലേക്കാണ്. പിന്നെ ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല. പിന്നെ പുറത്ത് സഡേഷനിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ കുഞ്ഞിനെ പിന്നെ കണ്ടിട്ടില്ല. ഞങ്ങളെ കാണിച്ചിട്ടില്ല. 9 മണി 10 മണിക്ക് അവിടെ അടുത്താണ് ICUയിലേക്ക് മാറ്റിയത്. അത് കഴിഞ്ഞൊരു 3 മണിക്കാണ് വെളിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൈ കെട്ടണം, റെസ്ട്രെയിൻ ചെയ്യാനുള്ള ഫോം എൻ്റെ കൊണ്ടുവന്ന് വാങ്ങിച്ചു. പിന്നെ എന്തൊക്കെയോ പേപ്പറുകൾ എൻ്റെ സൈൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് അജിറ്റേറ്റഡ് ആണ് ആള്. ഇടയ്ക്ക് പറഞ്ഞു എഴുന്നേറ്റു എന്ന് പറഞ്ഞു. ആൾ ഉണന്നു. സഡേഷൻ കൊടുത്തു, ആൾ ഉണന്നു. അപ്പോൾ അവർ നോക്കുന്നുണ്ട്. വീണ്ടും സഡേഷൻ കൊടുത്തു. അത് ഞാൻ അറിഞ്ഞു. സൈക്കാട്രി ഡോക്ടർ അത് കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മളെ വിളിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ ഒക്കില്ല, നിങ്ങൾ സൈക്കാട്രി IP ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. സൈക്കാട്രി IP ഉള്ള ഹോസ്പിറ്റൽ. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ്. അപ്പോൾ പറഞ്ഞ് ഞാൻ ഡോക്ടർ വിവേകായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മെഡിസിറ്റീസ് എ ഹോസ്പിറ്റൽ സെയിം ലൈക്ക് only. They have all the facilities and they have neuro also. I'm not sure this is a psychiatry issue. This could be a neuro issue also. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ഡോക്ടർ അങ്ങനെ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഒരു ലെറ്റർ എഴുതി തന്നിട്ട് അതിൽ എഴുതിയേക്കുന്നത് ഇന്റർക്രേനൽ പ്രഷർ ചെക്ക് ചെയ്യണം, ടെമ്പറൽ ആർത്രൈറ്റിസ് ചെക്ക് ചെയ്യണം. ഇത് രണ്ടും ചെക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണത്? അപ്പോൾ പറഞ്ഞു ഫെൻഡോസ്കോപ്പി നോക്കണം, MRI ആൻജിയോ നോക്കണം, പിന്നെ വേറെ എന്തോ ഒരു ലംബാർ പഞ്ചർ ടെസ്റ്റ്, നട്ടലിൽ നിന്നും ദ്രവം കുത്തിയെടുത്ത് പരിശോധിക്കണം. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം ആദ്യമേ ഇവർക്ക് ചെയ്യേണ്ട ടെസ്റ്റുകളായിരുന്നു. പക്ഷെ അവരെ ഒരു രീതിയിലും ഒന്നും ചെയ്തില്ല. ഈ 4-ാമത്തെ ദിവസമാണ് അവർക്ക് ആ ഒരു തോന്നലുണ്ടായത് അത് ചെയ്യണമെന്ന്. പക്ഷെ എന്നിട്ടും അവർ ചെയ്തില്ല. അവർ ബൈ ഫോഴ്സ് നമ്മളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആദ്യം എന്നിട്ട് എനിക്കൊരു ഡിസ്ചാർജ് സമ്മറി തന്നു. അതിൽ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്നാണ് എഴുതിയിരുന്നത് അതിൻ്റെ ഡയഗ്നോസിസ്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് വാങ്ങിച്ചു. എന്നോട് പറഞ്ഞു എന്തോ മെഡിസിൻ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വേറൊരു ഡിസ്ചാർജ് സമ്മറി അടിച്ചു തന്നു. അപ്പോൾ അതിൽ മാനിക് ഷിഫ്റ്റും പിന്നെ മാനിയ അങ്ങനെ എന്തൊക്കെയോ മാനസിക രോഗങ്ങളുടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മാനസിക രോഗങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത് ലക്ഷണം. അവരെന്താണ് ഇങ്ങനെ മോൾക്ക് ഈ തരത്തിൽ സൈക്കാട്രിക് പ്രോബ്ലം ആണെന്ന് പറയാൻ കാരണം, ഇത്ര ടെൻഷൻ കൊണ്ടുള്ളതാണെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ കഴിഞ്ഞ 3rd year എക്സാം ടൈമിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം ആ സമയത്ത് ഒരു ടാബ്ലറ്റ് അവിടെ തന്നെ സൈക്കാട്രിസ്റ്റിനെ കണ്ടു ടാബ്ലറ്റ് കൊടുത്തിരുന്നു, ടെൻഷൻ കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് വിഷമമുണ്ടായി. വൈവ ടൈമിൽ നമുക്ക് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ ഒത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, കുറച്ച് ഒരു 1-2 മാസമെങ്കിലും മരുന്നൊന്ന് കഴിക്കട്ടെ, അപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയണമല്ലോ, ഡോക്ടർമാരോട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. അവർക്ക് കുറച്ച് വിഷമം കൂടുതലുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പരീക്ഷയുടെ ഒരു ടെൻഷൻ. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് ഡോക്ടേഴ്സിന് ചോദിച്ചാൽ പറഞ്ഞാൽ എല്ലാവർക്കും MBBS പഠിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ഒരു 50% ആൾക്കാരെങ്കിലും മരുന്നുകൾ ആ സമയത്ത് കഴിച്ചെങ്കിലേ അവർക്ക് നോർമൽ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കൂ. അപ്പോൾ അവരുടെ ആ ഒരു ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പം അത് മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്തൊരു കാര്യം ഉണ്ടായിരുന്നത്. അതും കഴിഞ്ഞ ഫെബ്രുവരി 20-ാം തീയതിയാണ് മരുന്ന് കഴിച്ചത്.
2 മാസത്തോളം കഴിച്ചു കാണും. അപ്പോൾ അത് ടെൻഷൻ കുറയ്ക്കാനുള്ള മരുന്നുകളാണ് കൊടുത്തത് ആ സമയത്ത്, ഒരു ടാബ്ലറ്റ്. അതാണ് ഇവരെല്ലാം ഈ നിഗമനത്തിൽ എത്താൻ ഒരു കാരണം അതായിരിക്കാം. പക്ഷേ ഡോക്ടർമാർ അങ്ങനെ പ്രീസെറ്റ് മൈൻഡോട് കൂടി പോകരുതല്ലോ ഇന്നതാണെന്നുള്ള പ്രശ്നം എന്നുള്ളത്. അതുപോലെ സൈക്കാട്രി പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ, ഈവൻ സൈക്കാട്രിസ്റ്റിനോടും ന്യൂറോയിഡും എല്ലാം ഞാൻ സംസാരിച്ചു, ഫിസിഷ്യനോട് സംസാരിച്ചു. എല്ലാവരും പറഞ്ഞത് ഓർഗാനിക് കോസുകൾ റൂൾ ഔട്ട് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഒരു പേഷ്യന്റിനെ സൈക്കാട്രിയിലേക്ക് വിടാൻ പാടുള്ളൂ. അപ്പോൾ ഓർഗാനിക് കോസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അവരുടെ മറ്റ് ടെസ്റ്റുകളെല്ലാം നടത്തണം. ഇതിപ്പോൾ ഈ കേസിൽ MRI എടുത്ത് MRI രണ്ടാമത് എടുത്ത് MRI ആൻജിയോ നോക്കണമായിരുന്നു, അല്ലെങ്കിൽ CT സ്കാനെങ്കിലും നോക്കണമായിരുന്നു. രണ്ടാമതൊരു CT സ്കാനെങ്കിലും അവർക്ക് നോക്കാമായിരുന്നു. അത് കഴിഞ്ഞിട്ടും കുറയുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ലംബാർ പഞ്ചർ ടെസ്റ്റാണ്. നട്ടലിൽ നിന്നും ദ്രവം കുത്തിയെടുത്ത് അത് പരിശോധിക്കണം. അപ്പോൾ അന്നേരം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അറിയാം. അതുപോലെ മോളുടെ ബ്ലഡ് ടെസ്റ്റ് ഒരിക്കൽ അവർ ചെയ്തു എമർജൻസിയിൽ. ആ സമയത്തും ഇൻഫെക്ഷൻ ഉള്ള എന്തോ ഒരു കമ്പണന്റ് വളരെ കൂടുതൽ കാണിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷെ അതിനൊന്നും ചെയ്തില്ല, അതിലൊരു ശ്രദ്ധയും കൊടുത്തില്ല ആ ഭാഗത്ത്. അപ്പൊ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് അവിടുന്ന് ഞാൻ ആംബുലൻസ് ചോദിച്ചു പറഞ്ഞ ആംബുലൻസ് ഞാൻ തരത്തില്ല, നിങ്ങൾക്ക് പുറത്തുനിന്ന് വിളിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്നൊരു ആംബുലൻസ് അവർ വിളിച്ചു തന്നു. ആ ആംബുലൻസ് എന്ന് പറയുന്നത് ICUലുള്ളൊരു പേഷ്യൻറ്റിനെ മാറ്റാനുള്ള സംവിധാനം എന്ന് പറയുന്നത് അതുപോലുള്ള ലൈഫ് സപ്പോർട്ട് ഉള്ള ആംബുലൻസ് ആണ് വിടേണ്ടത്. ICUലുള്ളൊരു പേഷ്യൻറ്റിനെ, അല്ലാതുള്ളൊരു പേഷ്യൻറ്റിനെയോ മാറ്റാനുള്ള ആംബുലൻസ് പോലെ അല്ല വേണ്ടത്. ഇത് വെറും ഒരു ആംബുലൻസ്, ഡെഡ് ബോഡി കൊണ്ടുവന്ന ഒരു ട്രേ, അതുപോലുള്ളൊരു ട്രേ, അത്രയേ ഉള്ളൂ, ഒരു ഡ്രൈവർ, ഇത്രയുള്ള ഒരു ആംബുലൻസാണ് വന്നത്. ഞങ്ങൾ അതിൽ കയറി മോളെയും കയറ്റി അതിലാണ് പോയത്, റെനെ മെഡിസിറ്റിയിലേക്ക് പോയത്. അപ്പം സെഡേഷനിൽ ഫുൾ ഡേ ICUലുണ്ടായിരുന്ന ഒരു പേഷ്യൻറ്റിനെ അവരുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് പ്രോപ്പറായിട്ട്. നമുക്കറിയില്ല, നമ്മൾ ലേമാനാണ്, നമ്മൾ ഡോക്ടേഴ്സ് അല്ല. അപ്പം നമ്മൾക്കത് പറഞ്ഞ് അവർ പ്രോപ്പറായിട്ട്, ഞാൻ ചോദിക്കുകയും ചെയ്തു, ആംബുലൻസ് ഇവിടുന്ന് തരത്തില്ലേ? ഇല്ല, ഞങ്ങൾ ആംബുലൻസ് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെനിക്ക് തോന്നുന്നത് അവർ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് ഒഴിയണം എന്നുള്ള ഒരു ഫീലിംഗിലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നമ്മളെ അവിടുന്ന് ബൈ ഫോഴ്സ് ഡിസ്ചാർജ് ആണെന്ന് പറയാം. അങ്ങനെയാണ് സംഭവിച്ചത്. ഡിസ്ചാർജ് ആക്കുകയാണെന്ന്, ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം വേറെ ഓപ്ഷൻസ് ഇല്ല, ഞങ്ങൾക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്തു, അറ്റ്ലീസ്റ്റ് അവൾ ഉണരുന്നവരെങ്കിലും നിങ്ങൾ ഉണരട്ടെ, മരുന്ന് കൊടുത്തല്ലേ, ഉണരട്ടെ. ഇല്ല, ഒക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഐശ്വര്യ എസ് മോഹൻ പറഞ്ഞത് ജനറൽ മെഡിസിൻകാർ, അതായത് മേരി ഫിലിപ്പ് സമ്മതിക്കത്തില്ല ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ, ബിക്കോസ് അവരാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത്, ഇവിടെ സൈക്കാട്രി IP ഇല്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അതൊന്നും ചെയ്യാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ മോളെ ICUന്ന് അങ്ങനെ ഉണരാതെ അങ്ങനെയാണ് കൊണ്ടുവന്നത്. കൊണ്ടുവന്നപ്പോഴേ കൈയൊക്കെ കെട്ടി, കാലും കെട്ടി, അങ്ങനെ ഒരു അവസ്ഥയിലാണ് കൊണ്ടുവന്നത്. 4 മണി ആയപ്പോഴത്തേക്ക് മെഡിസിറ്റിയിൽ എത്തിച്ചു. അവിടെ എമർജൻസിയിലേക്ക് കൊണ്ടുവന്ന ഉടൻ തന്നെ ഞാൻ കണ്ടത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ്. അപ്പം തന്നെ കൈയും കാലും ഒക്കെ അനക്കുന്നുണ്ടായിരുന്നു. ഈ ക്യാനില ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേ കൂടെ അന്നേരം തന്നെ ഇഞ്ചക്ഷനാണ് കൊടുത്തത് അതിൻ്റെ സിസ്റ്റർ. അത് ഡോക്ടർ പോലും കാണുന്നതിന് മുമ്പ് അവർ ചെയ്തതാണ്. ഇഞ്ചക്ഷൻ ഉറങ്ങാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്, അല്ല എന്താ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമിൽ കൊണ്ടുവന്നു. എന്നാൽ നല്ല സഡേഷനിലാണ് ആൾ, ഒരനക്കവും ഇല്ല. ഒരു 8 മണിയായപ്പോൾ ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് വിളിച്ചു നോക്കിയിട്ട് അനക്കമില്ല, ഉണർന്നില്ല, നല്ലോണം ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ഉറങ്ങുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ വന്ന് ട്രിപ്പ് എന്നാൽ ഫുഡ് കഴിച്ചില്ലല്ലോ, അപ്പോൾ ട്രിപ്പ് ഇടാന്ന് പറഞ്ഞാൽ ട്രിപ്പ് ഇട്ട് 8:30 ആയി കാണും ആ സമയത്ത്. ഞങ്ങളൊരു 10 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ടയർഡാണ്, ഞങ്ങൾ ഇച്ചിരി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഇവരോട് ഞങ്ങൾ പറഞ്ഞു, വന്ന് നോക്കണം നിങ്ങളില്ല, ഞങ്ങൾ വന്ന് നോക്കും, ഞങ്ങൾ കറക്റ്റായിട്ട് നോക്കും, നിങ്ങൾ കിടന്നു വെച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു 12 മണിയായപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ കൈ വെച്ച് നോക്കിയപ്പോൾ നല്ല ഐസ് പോലെ ഇരിക്കുന്നു ബോഡി, നല്ലപോലെ തണുത്ത് ഫ്രീസായിട്ടിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ മൂക്കിൻ്റെ അവിടെ കൈ വെച്ച് നോക്കിയപ്പോൾ ശ്വാസമില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ഈ ഒരു 8:30 കഴിഞ്ഞ ശേഷം മെഡിസിറ്റിയിലെ ഒരു ഡോക്ടറും അല്ലെ ഒരു നേഴ്സും അവിടെ വന്ന് കുഞ്ഞിനെ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ അവർ കണ്ടതിനെ ഞങ്ങൾ കാണുന്നതിന് മുമ്പ് മരണം നടന്നിട്ട് മണിക്കൂറുകളായി ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ബോഡി അങ്ങനെ ഫ്രീസ്, ഒരു തണുത്ത വിറങ്ങലിച്ച ഒരു ബോഡി ആകത്തില്ലല്ലോ. ഞാൻ ചെന്ന് തൊട്ടപ്പോൾ നല്ല തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്നു. വായിക്കൂടെ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്, പത പോലെ വന്ന് ഒലിച്ച് അത് ഉണങ്ങിയതിൻ്റെ ഇതും കാണാമായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. ഒരു പ്രോപ്പർ കെയറും മെഡിസിറ്റിയിൽ നിന്നും കിട്ടിയില്ല. മെഡിസിറ്റിയിലേക്ക് അവർ കൊടുത്ത ലെറ്ററിൽ ടെമ്പറൽ ആർട്രൈറ്റിസും ഫണ്ടോസ്കോപ്പിയും CSF എക്സാമിനേഷൻ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ ആ ഭാഗം ഒരു കെയറും കൊടുത്തില്ല. ആ ലെറ്റർ ഞാൻ അവിടെ തന്നെ അന്നേരം തന്നെ ലെറ്ററും ഫയലും എല്ലാം എന്നിട്ട് അവരത് അതിനെക്കുറിച്ച് ഒരു കെയറും ചെയ്തില്ല. അതുപോലെ വന്ന് മോണിറ്റർ ചെയ്യാൻ പോലും ഉള്ള ഒരു മര്യാദ അവർ കാണിച്ചില്ല. അപ്പം മോള് മരണത്തിന് ശേഷം ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിരുന്നു. ഞാൻ പല ഡോക്ടേഴ്സിനെയും കണ്ടവരെല്ലാം പറഞ്ഞത് ഇതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്,
മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം എക്സാം CFS എക്സാമിനേഷൻ, ഫണ്ടോസ്കോപ്പി, ദെൻ MRI, ആൻജിയോ, ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിരുന്നു. ഫണ്ടോസ്കോപ്പി ചെയ്താൽ തന്നെ തലച്ചോറിൻ്റെ അകത്തെ പ്രഷർ കൂടിയിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അത് നോക്കിയിട്ടില്ല. അത് കണ്ണിന്റെ ഡോക്ടർ നോക്കേണ്ട ഒരു കേസായിരുന്നു. അത് കഴിഞ്ഞ് നട്ടലിൽ നിന്നും ദ്രവം കുത്തിയെടുത്ത് പരിശോധിച്ചിരുന്നെങ്കിൽ ഇൻഫെക്ഷനെ കുറിച്ച് അറിയാമായിരുന്നു. വൈറൽ ഇൻഫെക്ഷൻ ആണോ അല്ലെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കപ്പെടാമായിരുന്നു. പ്രഷർ അറിയാമായിരുന്നു. അതുപോലെ ആന്റിബയോട്ടിക്, ഇപ്പൊ ഒരു ഡോക്ടറോട് സംസാരിച്ച പുള്ളി പറഞ്ഞത്, ഇങ്ങനെ ഒരു സംശയം തോന്നിയാൽ അന്നേരം തന്നെ ആന്റിബയോട്ടിക്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യും. ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ടെസ്റ്റുകൾ നടക്കും. പക്ഷേ അത്തരം തന്നെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. കാരണം ബ്രെയിനിൽ പ്രഷർ ഉണ്ടെങ്കിൽ സ്വെല്ലിങ് കൂടി ആൾ മരിച്ചു പോകും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണെന്നാണ് പറഞ്ഞത്? എൻകഫ്ലൈറ്റിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വെല്ലിംഗ് ഓഫ് ബ്രെയിൻ, എൻകഫ്ലൈറ്റിസ്. അപ്പൊ അത് കണ്ടുപിടിക്കപ്പെടാവുന്ന ഒരു രോഗമായിരുന്നു. ഈ ലംബാർ പഞ്ചർ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാമായിരുന്നു, ട്രീറ്റ് ചെയ്യാമായിരുന്നു. തലച്ചോറിന്റെ അകത്ത് മൊത്തത്തില് വീക്കമുണ്ടായി, തലച്ചോറ് വീങ്ങി, അപ്പം ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാവുമല്ലോ സ്കള്ളിനകത്ത്. അപ്പൊ അങ്ങനെ മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അതാ മോൾക്ക് അന്നായിരുന്നു ആദ്യമായിട്ട് 5-ാം തീയതി ആയിരുന്നു തുടക്കം ഉണ്ടായത്? അല്ല, 2-ാം തീയതിയാണ്. അന്ന് തൊട്ട് ഏകദേശം ഒരു 6-7 ദിവസം ഈ പെയിനും കാര്യങ്ങളും വെച്ചുണ്ടായി. ഈസ്റ്ററിൽ വന്ന ശേഷം ഒട്ടും വയ്യാത്ത രീതിയിലെ പെയിൻ ആയിരുന്നു. അവിടെ പോണ്ടിച്ചേരിയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡെയിലി വൺസ് എന്നുള്ള ഒരു സൈക്കിളിൽ വരുമായിരുന്നു. അത്രേ ഉള്ളായിരുന്നു. ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ്? ഞങ്ങൾ നിയമപരമായിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യും. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ ബോർഡാണെന്ന് തോന്നുന്നു, അവർ കൊടുത്തിട്ടുണ്ട് പരാതി. അങ്ങനെ പരാതി കൊടുക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ എല്ലാ റെക്കോർഡ്സും വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഓൾറെഡി ഈ സിറ്റിംഗ് ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പം ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു. ഇപ്പൊ അതിന്റെയും എന്താണ് അവരുടെ തീരുമാനം എന്നറിയില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒറ്റ മകളായിരുന്നല്ലേ? അതെ, ഞങ്ങൾ രണ്ടുപേരും ജീവിച്ച അവർക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഒരു മോളെ ഉള്ളായിരുന്നു. എന്തായിരുന്നു സാറിന് ജോലി? ഞാൻ വിദേശത്തായിരുന്നു. ഇത്രയും വർഷം വിദേശത്ത് 25 വർഷത്തോളം വിദേശ ജോലി ചെയ്തു. വൈഫ് ടീച്ചറാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെച്ചിട്ട് ഇവർക്കെതിരെ അല്ലെങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ നടപടി അല്ലെങ്കിൽ ആരോപിതർക്കെതിരെ എന്തെങ്കിലും നടത്താൻ സാധിക്കുമെന്നാണോ നിയമവശം പറയുന്നത്? നിയമവശം എന്ന് പറയുന്നത് മെഡിക്കൽ ബോർഡ് നെഗ്ലിജൻസ് ഉണ്ടെന്ന് കണ്ടെത്തണം എന്നാണ് പോലീസ് എന്നോട് പറയുന്നത്. അല്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാനൊക്കില്ല. പക്ഷെ മെഡിക്കൽ ബോർഡ് അങ്ങനെ കണ്ടെത്തിയ കേസുകൾ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ കുറവാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് പൊതുവെ കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ ന്യായമായിട്ടും കാര്യങ്ങൾ നോക്കി ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ കോടതി വഴി എന്തെങ്കിലും ചെയ്യാനൊക്കുമെന്ന് നോക്കും. അതൊക്കുമെങ്കിൽ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനൊക്കുന്നത് ചെയ്യും. എല്ലാ രീതിയിലും എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ഒക്കുന്നിടം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. അത് കാരണം എനിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. ഇനിയും ഒരു രക്ഷകർത്താവിനും ഈ ഒരു ഗതിയിലേക്ക് വരരുത്. ഞങ്ങൾ എല്ലാം ജീവിച്ചത് അവർക്ക് വേണ്ടിയാണ്. പക്ഷെ ഞങ്ങളുടെ ജീവിതം ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതമായി ഞങ്ങളുടേത്. അല്ലെങ്കിൽ ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നതാണ് അവളൊരു ഡോക്ടറായി കാണാനും. എൻ്റെ പേരൻസും ഞങ്ങളെല്ലാം വളരെയധികം അതിനുവേണ്ടിയാണ് കഷ്ടപ്പെട്ടതല്ല. പക്ഷേ അവരുടെ ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ട് തന്നെ അത് ഇല്ലാതെ പോയി. നമുക്കതിൽ ബലം കണ്ടില്ല. മറ്റെവിടെ ആയിരുന്നേലും ഞങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെട്ടേന്. അവർ സൈക്യാട്രിയാന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിയിട്ട ഒന്നും ചെയ്തില്ല. ഒരു ടെസ്റ്റുകളും നടത്താതെ ഒരു ലോക്കൽ ആശുപത്രി കൊണ്ടുപോയിരുന്നെങ്കിൽ പോലും വെറും MBBS ഡോക്ടർ കണ്ടിരുന്നെങ്കിൽ പോലും ആദ്യം പറഞ്ഞതിന് MRI എടുക്കണം അല്ലെങ്കിൽ CT സ്കാൻ ചെയ്യണം എന്നവർ പറഞ്ഞേനെ. അത് കഴിഞ്ഞേ അവർ പറയത്തുള്ളായിരുന്നു മറ്റു കാര്യങ്ങൾ. വെറും ഒരു MRI ഡോക്ടർ, ഒരു MBBS മാത്രമുള്ള ഒരു ഡോക്ടർ. അപ്പോൾ ഇവർക്ക് ഇത്രയും വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാത്ത, എൻ്റെ മോക്ക് ഫൈനൽ ഇയർ MBBS എൻ്റെ മോക്കുണ്ടായ ചിന്ത പോലും അവിടെ ഒരു ഡോക്ടർക്കും ഉണ്ടായില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നു. അപ്പോൾ അവരുടെ ആ ഒരു നമ്മൾ അർപ്പിച്ച വിശ്വാസം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം വിശ്വസിച്ചു ഹോസ്പിറ്റലിനെ. എൻ്റെ ഒരു ചിന്താഗതി അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന അങ്ങനെ ആയിരുന്നു. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയായിപ്പോയി എന്ന് എനിക്കിപ്പം ഞാനത് വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നു. ഈ വാർത്ത ചാനലുകളൊന്നും ക്യാരി ചെയ്തിരുന്നില്ലല്ലോ അല്ലേ? ആരും അതിന് തയ്യാറായിട്ടില്ല ഇതുവരെ. ഞാൻ മിനിസ്റ്ററെ പോയി കണ്ടപ്പോൾ മിനിസ്റ്റർ എന്നോട് ചോദിച്ചത് മീഡിയയിലെങ്ങും വന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മീഡിയയിൽ വരാൻ എന്താണെന്ന് കാരണമെന്ന് എനിക്കറിയില്ല.
മീഡിയയിൽ ആരും അങ്ങനെ അങ്ങനെ ഒരു ഫ്രണ്ട് ലൈൻ മീഡിയാസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ പലരെയും സമീപിച്ചു, പലരോടും പറഞ്ഞു, ഞാൻ എല്ലാവരെയും പേഴ്സണലി വിളിച്ച് പറഞ്ഞു. മീഡിയ ഹാൻഡ് ബുക്ക് എടുത്ത് ഞാൻ മാക്സിമം മീഡിയ ആൾക്കാരെയും അറിയിച്ചു. അവരുടെ നമ്പറിലും മൊബൈലിലും ഈവൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വിളിച്ചു, മദ്രാസ് ഓഫീസിൽ വിളിച്ചു, പലയിടത്തും വിളിച്ചു. പക്ഷെ ആരും അതിന് ഒരു വാർത്ത കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പം അവർ പറയുന്നത് അവർക്കെതിരെ കേസിന് പോവും എന്നാണ് അവരുടെ ഒരു പറച്ചിൽ. അവർ പറയുന്ന ഒരു റീസൺ, അവർക്കത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ഈ ആരോപിത കേസിന് പോകും. പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായപ്പോൾ അത് ഒന്ന് റിപ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു പരാതി എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അവര് അതുപോലും ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഞാനിട്ട പോസ്റ്റ്, ഒരു പട്ടിക്കുഞ്ഞ് ചത്താൽ പോലും എല്ലാ മീഡിയയിലും വലിയ വാർത്തയാണ്. ഇത് ആർക്ക് പോയി? ഞങ്ങൾക്ക് മാത്രമല്ലേ പോയതുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മീഡിയയോട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് സംസാരിച്ചതിന് ഞാൻ പലർക്കും കാണിച്ചു കൊടുത്തു. പേടിയുണ്ടോ ഈ ഒരു? ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? എൻ്റെ മകളുടെ മരണകാരണം എൻസെഫലൈറ്റിസ് ആണ്. അത് കണ്ടുപിടിക്കപ്പെടാവുന്ന ഒരു രോഗമായിരുന്നു. അത് കണ്ടുപിടിച്ചില്ല. അസ്റ്ററും മെഡിസിറ്റിയും അതിന് ഉത്തരവാദികളാണെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം അതാണ്, എൻ്റെ ബോധ്യം അതാണ്. അല്ലെന്ന് ഇനി അവർ തെളിയിക്കുന്നിടം വരെ എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. അല്ലെ അവർ തെളിയിക്കട്ടെ, ഇനി അല്ലെന്നുള്ളത്. എനിക്കത് പറയാനുള്ള അവകാശമുണ്ട്. ബിക്കോസ് എൻ്റെ മകൾ മരിച്ചത് എൻകഫലൈറ്റിസ് എന്ന് പറഞ്ഞ രോഗമാണെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. അതിൽ കൂടുതൽ ഒരു തെളിവ് എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വിശ്വസിക്കാൻ. അതുകൊണ്ട് 100% ഈ 2 ഹോസ്പിറ്റൽസിലെയും ഈ ഡോക്ടർമാരും ഉത്തരവാദികൾ എൻ്റെ മകളുടെ മരണത്തിന്. അതൊരു കൊലപാതകമാണെന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പോസ്റ്റ്മോർട്ടം എവിടെയാണ് നടത്തിയത്? കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. ഓക്കെ. അത് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് മോള് പോയി എന്ന് ഉറപ്പായപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അറിയണം എന്ന് എനിക്ക് തോന്നി അന്നേരം. കാരണം ആ ഒരു സമയത്ത് എനിക്ക് അന്നേരം ആദ്യം തോന്നിയത് അതാണ്, എന്തുകൊണ്ട് എന്ന് അറിയണം. എനിക്ക് റീസൺ അറിയണം എന്താണ് സംഭവിച്ചതെന്ന്. അല്ലെങ്കിൽ നമ്മൾ ഒന്നും അറിയാതെ പോകത്തില്ലേ എന്താണെന്ന്. ഇപ്പൊ ഞാൻ അത് ചെയ്തുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് എന്താണെന്ന് അറിയാൻ സാധിച്ചത്. അവര് പറഞ്ഞു പോസ്റ്റ്മോർട്ടം വേണ്ടാന്ന് പറഞ്ഞിരുന്നോ? അങ്ങനെ ഒരു അഭിപ്രായം വന്നു. പക്ഷേ ഞാൻ അന്നേരം തന്നെ പോലീസിൽ അറിയിച്ചു. നമ്മൾ പോലീസിൽ അറിയിച്ചു. പിന്നെ അവരുടെ PRO വിളിപ്പിച്ചു. PRO വന്നു. അപ്പൊ പിന്നെ അത് പ്രോപ്പറായിട്ട് പ്രൊസീഡ് ചെയ്തു. അതിൻ്റെ അകത്ത് തീരുമാനം ഞാൻ തന്നെയാണ് തീരുമാനിച്ചത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന്. എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാരണം അറിയണം. എൻ്റെ മകള് പോയി എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിയണം. മോൾ അനുഭവിച്ച വേദനയുടെ ഉത്തരവാദി ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. FIR ഇട്ടിട്ടുണ്ടോ? FIR ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് പ്രതികൾ ആരെയും പ്രതി ചേർത്തുള്ള FIR ഇട്ടിട്ടില്ല. നിങ്ങളുടെ പരാതിയിൽ FIR ഇട്ടിട്ടുണ്ട്. പരാതിയിൽ പലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടുണ്ട്. എന്നായിരുന്നു പരാതി കൊടുത്തത്? പരാതി 10-ാം തീയതി തന്നെ രാവിലെ പരാതി കൊടുത്തു. മെയ് 10-ാം തീയതി പരാതി കൊടുത്തു. അന്നേരം തന്നെ അതിൽ FIR ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അന്വേഷണം നടത്തിയത്? പോലീസിനോട് ഞാൻ തിരക്കിയപ്പോഴ് മെഡിക്കൽ റിപ്പോർട്ട്സ് 2 ഹോസ്പിറ്റലിൽ നിന്നും എടുത്തിട്ടുണ്ട്. അവർ പോയിട്ട് എന്നാണ് പറഞ്ഞത്. ഇനി മെഡിക്കൽ ബോർഡ് കൂടി, ജില്ലാ മെഡിക്കൽ ബോർഡ് കൂടി അവര് ഇതിന് നെഗ്ലിജൻസ് ഉണ്ടോ എന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ പോലീസിന് കേസെടുക്കാൻ ഒക്കൂ എന്നാണ് പറയുന്നത്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും 100% വീഴ്ച ഉണ്ടായി. ഒരു രോഗി എത്തിയാൽ അവരെ അത് അസസ് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായി. അവർ ചെയ്യേണ്ട ടെസ്റ്റുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൈസ മുടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളല്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ് ടെസ്റ്റുകൾ നടത്തണം, ചെയ്യണം, ഇതിന് MRI എടുക്കണ്ടേ എന്ന് ചോദിച്ചാണ്. അപ്പൊ അവർക്കത് ചെയ്യാമായിരുന്നു. MRI വീണ്ടും എടുത്തുകൊണ്ട് ഒരു പ്രശ്നവും. ചില ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് ചിലപ്പോൾ ഒരു MRI എടുത്തു, കണ്ടില്ലെങ്കിൽ ഡെയിലി ചിലപ്പോൾ എടുക്കേണ്ടി വരും, സീരീസ് ഓഫ് MRI എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടും MRI ആൻജിയോ എടുക്കാം, കോൺട്രാസ്റ്റ് കളർ ഇഞ്ചെക്ട് ചെയ്ത ശേഷം MRI എടുക്കും. അപ്പൊ അത് ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. CT എടുക്കുമ്പോഴേ മാത്രമേ ഉള്ളൂ അയണൈസ്ഡ് റേഡിയേഷൻ ഉള്ളത്. പക്ഷേ MRIയിൽ മാഗ്നറ്റിക് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. രണ്ടാമത് MRI എടുക്കാവുന്നതേ ഉള്ളൂ. മോള് പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം ഗ്രാജുവേഷൻ, അടുത്ത വർഷം ഈ സമയത്തേക്ക് ഉള്ള MBBS കംപ്ലീറ്റ് ചെയ്തേനെ. അവൾക്ക് അരിയർസും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. മിടുക്കിയായിരുന്നു അവള്. എല്ലാ കാര്യത്തിലും അവള് മുമ്പിലായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു. അവിടുത്തെ കോളേജിൽ ചെന്ന് ഇലക്ഷൻ നിന്ന് ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു കഴിഞ്ഞ 3 വർഷവും. അങ്ങനെ എല്ലാ കാര്യത്തിലും അവള് മുമ്പിലായിരുന്നു. മോളുടെ പേര് നമ്മൾ ഇതുവരെ പറഞ്ഞു. എൻ്റെ മോളുടെ പേര് കീർത്തി സുനുകുമാർ. ചെറുപ്പം മുതലേ വളരെ ആക്റ്റീവായ ഒരാളായിരുന്നു. മരിക്കുന്നവരെ അവൾ ആക്റ്റീവായിരുന്നു. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എവിടെന്നെങ്കിലും ഇപ്പൊ ഇങ്ങനെ കേസൊക്കെ ആയിട്ടുള്ള എവിടെന്നെങ്കിലും ഒരു നിങ്ങൾ കേസ് കോംപ്രമൈസ് ചെയ്യണം അല്ലെങ്കിൽ കേസ് പിൻവലില്ല. നമ്മളെ ഇതുവരെ ആരും അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നമ്മൾ അത് പറഞ്ഞല്ലോ, ഞാനത് വളരെ വ്യക്തമായിട്ടും പരസ്യമായിട്ടും പറഞ്ഞതാണ്. ഞാനിതിൽ നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ ഒക്കും അതെല്ലാം നമ്മൾ ചെയ്യും.
പിന്നെ മറുഭാഗത്തുള്ള ആൾക്കാർ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏതായാലും നമ്മളെ കൊണ്ട് നോക്കാം. അറ്റ്ലീസ്റ്റ് ഈ സമൂഹത്തിനെ എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയിക്കണം. അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം. ഇനിയും ഒരാളും ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകരുത്. അത് ജനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ലക്ഷ്യമാണ്. നിങ്ങളുടെ നിയമ പോരാട്ടങ്ങൾക്ക് നല്ലൊരു പരിഹാരം കിട്ടട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.